ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്ന് ഡിസംബർ 3-ാം തീയതിയാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. പ്രത്യേകിച്ച് ഈ വർഷം ഫ്രാൻസിസ് സേവ്യറിന്റെ ഭൗതിക ശരീരം താഴെ ഇറക്കി പൊതുദർശനത്തിനൊക്കെ വെക്കുന്ന ഒരു സമയം കൂടിയാണ്. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോട് ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സക്രിയയ്ക്ക് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നതുമായിട്ടുള്ള ആ ഒരു രംഗമാണ്. അവിടെ സക്രിയ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ദൂതൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അല്ലെ. ദൈവത്തിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണെന്ന് ഈ മാലാഖ സക്രിയയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു ശിക്ഷയൊക്കെ നൽകുന്നുണ്ട്. ഇന്നത്തെ ഈ തിരുനാൾ ദിനത്തില് ഫ്രാൻസിസ് സേവ്യർ പറയുന്ന ഒരു വാചകം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഫ്രാൻസിസ് സേവ്യർ പറയുകയാണ്, ഉരഞ്ഞു തീരുന്നതാണ് തുരുമ്പ് പിടിച്ച് നശിക്കുന്നതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഓടി ഓടി ഇങ്ങനെ ഉരഞ്ഞ് തീരുന്നതാണ് വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിക്കുന്നതിനേക്കാളും ഭേദമെന്ന് ഫ്രാൻസിസ് സേവ്യർ പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു വാചകം നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് സൂക്ഷിക്കാം. പ്രത്യേകിച്ച് ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ ഒരു വാചകം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഉരഞ്ഞു തീരുന്നതാണ് ഇങ്ങനെ തുരുമ്പ് പിടിച്ച് നശിക്കുന്നതിനേക്കാൾ ഭേദം എന്നുള്ളൊരു വാചകം അല്ലെ. ദൈവത്തിന് വേണ്ടി ഓടി ഓടി ഇങ്ങനെ തീരാനായിട്ട് വെറുതെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് നശിക്കുന്നതിനേക്കാളും നല്ലതാണ്. ഫ്രാൻസിസ് സേവ്യർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭാരതത്തിന്റെ 2ാമത്തെ അപ്പോസ്തലനാണ്. അതുപോലെ തന്നെ വളരെ തീക്ഷ്ണമതിയായിട്ടുള്ളൊരു മിഷണറി ആയിരുന്നു എന്ന് നമുക്കറിയാം. ഫ്രാൻസിസ് സേവ്യറിനെ പോലെ പരമാവധി ദൈവത്തിന് വേണ്ടി ഓടാനും തുരുമ്പ് പിടിച്ച് നശിക്കാതെ ദൈവത്തിന് വേണ്ടി ഓടി ഓടി നമ്മുടെ ജീവിതത്തെ തീർക്കുവാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.